കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പി ദിവ്യ യാത്രയപ്പ് ചടങ്ങിലെത്തിയത് ആസൂത്രിത നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷം ഒക്ടോബർ 14-നാണ് ഈ സംഭവം നടക്കുന്നത്, യാത്രയയപ്പ് നടക്കുന്നത്. നവീൻ ബാബുവിനെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നു. അതിലാണ് പി ദിവ്യ ഇത്തരത്തിൽ നവീൻ ബാബുവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിന് ശേഷമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നത്. തുടർ സംഭവ പരമ്പരയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിശദമായിട്ട് മൊഴികൾ രേഖപ്പെടുത്തി അന്വേഷണം നടത്തിയുള്ള റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് പി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഇതിൽ മൊഴികളും അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണങ്ങളിലുമൊക്കെ തന്നെ നവീൻ ബാബു അത്തരത്തിൽ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കാലതാമസം വരുത്തിയിട്ടില്ല, കൈക്കൂലി വാങ്ങിയിട്ടില്ല, NOC നൽകുന്നതിൽ നവീൻ ബാബു തന്നെ അത്തരത്തിൽ കാലതാമസം വരുത്തുകയോ എന്തെങ്കിലും ഒരു പിഴവോ നവീൻ ബാബുവിന് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. ഇതിൽ 11-ാം തീയതിയാണ് ഈ യാത്രയയപ്പ് ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അവധിയായതിനാൽ ആ ചടങ്ങ് മാറ്റിവെച്ചത് 14-ാം തീയതിയിലേക്ക് വെക്കുകയായിരുന്നു. അതിന് മുൻപ് തന്നെ പി ദിവ്യ കണ്ണൂർ കളക്ടറിനോട് നവീൻ ബാബുവിനെതിരെയുള്ള ഒരു പരാതി ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിഴവ് അത് നവീൻ ബാബുവിന് സംഭവിച്ചിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് നവീൻ ബാബു എന്നുള്ള കാര്യം കളക്ടറിനെ അറിയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ കളക്ടർ പി ദിവ്യയോട് പറയുന്നു. പക്ഷെ തന്റെ പക്കൽ തെളിവുകൾ ഒന്നുമില്ല എന്നുള്ളതാണ് കളക്ടറിനോട് പി ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ ചടങ്ങ് നടക്കുന്ന ദിവസം കളക്ടർ വിളിച്ചത് പ്രകാരമാണ് താൻ ആ ചടങ്ങിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പി ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മൊഴിയായിട്ട് പി ദിവ്യയെ ആ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ കളക്ടർ താൻ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം കണ്ണൂർ കളക്ടർ വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിലുള്ള പരാതി നവീൻ ബാബുവിനെതിരെ പി ദിവ്യ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. താൻ തെളിവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ദിവ്യ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ചടങ്ങ് നടക്കുന്ന ദിവസം താൻ അവിടെ എത്തുമെന്നുള്ളത് കളക്ടറിനെ വിളിച്ച് ദിവ്യ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത്, അവിടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, വരേണ്ടതില്ല എന്ന് പി ദിവ്യയോട് കളക്ടർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് കളക്ടർ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ കേൾക്കാതെ പി ദിവ്യ ചടങ്ങിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അധിക്ഷേപങ്ങൾ നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഒരു വീഡിയോ ആയിട്ട് പകർത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയതും പി ദിവ്യ തന്നെയാണ്. കൃത്യമായിട്ട് ആസൂത്രണം നടത്തിയാണ് ഈ പരിപാടിയിലേക്ക് പി ദിവ്യ എത്തിയത് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നു. ഈ വീഡിയോ പകർത്തിയ സ്വകാര്യ ചാനലിലെ വ്യക്തികൾ തന്നെ ഇക്കാര്യം മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പി ദിവ്യ തന്നെയാണ് ഈ വീഡിയോ ചിത്രീകരിക്കാൻ പറഞ്ഞതും. അതിനുശേഷം വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ആ വീഡിയോ പി ദിവ്യ ഇവരെ വിളിച്ച് തന്നെ ആവശ്യപ്പെടുന്നു, അത് പ്രചരിപ്പിക്കുന്നു. കൃത്യമായിട്ടും നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു സംഭവ വികാസം തന്നെ ആയിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയടപ്പ് ചടങ്ങിൽ പി ദിവ്യയുടെ പ്രവേശനവും അതേ തുടർന്ന് അവിടെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളും ഒക്കെ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് പി ദിവ്യ ആ ചടങ്ങിലേക്ക് എത്തിയതോ അല്ലെങ്കിൽ കളക്ടർ വിളിച്ച് പി ദിവ്യ ചടങ്ങിന് എത്തിയതോ അല്ല എന്ന് പി ദിവ്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ കൂടിയാണ് ഈ സാഹചര്യത്തിൽ പൊളിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള കൈക്കൂലി ഒന്നും നവീൻ ബാബു വാങ്ങിച്ചിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പിഴവും നവീൻ ബാബുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരികയാണ്. ഈ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്ന ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില അനിശ്ചിതാവസ്ഥകൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഒരു വളവ് പ്രദേശത്താണ് ഈ പെട്രോൾ പമ്പിന് അനുമതി നൽകേണ്ടിയിരുന്നത്. ആ സ്ഥലത്ത് പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കണമായിരുന്നു. അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ടായിരുന്നു.
അടക്കമുള്ള അന്വേഷണം നടത്തി ഈ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൈയെടുത്ത് ചില തീരുമാനങ്ങൾ നവീൻ ബാബു തന്നെ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ കാലതാമസം വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയാണ്. എന്തായാലും പി ദിവ്യ നടത്തിയത് ആസൂത്രിത നീക്കമാണ് എന്നുള്ള വിവരം കൂടി, കൃത്യമായിട്ടുള്ള വിവരം, അത് മൊഴികളുടെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് കൂടുതൽ വ്യക്തതയോടെ ഈ സമയം പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നവീൻ ബാബുവിനെതിരെ നടത്തിയ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും ഒക്കെ കൃത്യമായിട്ട് പി ദിവ്യ ആസൂത്രണം ചെയ്ത് തന്നെ നടത്തിയത് ആണ് എന്നുള്ളതാണ്. പക്ഷേ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കൂടിയാണ് പി ദിവ്യ നവീൻ ബാബുവിനെതിരെ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് പറയേണ്ടത്. മറ്റൊന്ന്, ഈ കുടുംബം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ തന്നെ ചില അസ്വാഭാവികത കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ആത്മഹത്യയല്ല, കൊലപാതകമായിരിക്കാം എന്നുള്ള സംശയമാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് കുടുംബം പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടുകൂടി CBI അന്വേഷണം വേണമെന്ന നിലപാട് ഉറച്ചു നിൽക്കാൻ തന്നെയായിരിക്കും കുടുംബത്തിന്റെ തീരുമാനം എന്നുള്ളത്. സൂര്യ, അതേസമയം തന്നെ ഇപ്പോൾ പി ദിവ്യ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണെന്ന് ഇത് മനസ്സിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതി കൂടി ശരിവെക്കുന്ന രീതിയിലേക്കല്ലേ ഈ കാര്യങ്ങൾ പോകുന്നത്? കുടുംബ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തില്ല, കൊലപാതകമായിരിക്കാം എന്നുള്ള സംശയങ്ങൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയങ്ങൾ ഇപ്പോഴും നവീൻ ബാബുവിന്റെ ഭാര്യ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണം അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നവീൻ ബാബുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, കൃത്യനിർവഹണത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായും അന്വേഷിക്കേണ്ടത്. അത്തരത്തിൽ ഈ NOC പെട്രോൾ പമ്പിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉയർത്തിക്കാട്ടിയാണ് വലിയ രീതിയിലുള്ള അധിക്ഷേപം പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച നവീൻ ബാബുവിന് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വീഴ്ച നവീൻ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ യാതൊരുവിധ വീഴ്ചയും തന്റെ ജോലിയിൽ ഇതുവരെയും വരുത്താത്തൊരു വ്യക്തി കൂടിയായിരുന്നു നവീൻ ബാബു എന്നുള്ളതും, നവീൻ ബാബു ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വിവരശേഖരണം അല്ലെങ്കിൽ മൊഴിയും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിലും നവീൻ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു തെറ്റും ഒരു പാകപ്പിഴയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാവുകയാണ്. എങ്കിൽ പിന്നെ പി ദിവ്യ എന്തിനിത്തരം അധിക്ഷേപ പ്രയോഗങ്ങൾ, അതും ഒരു പൊതുവേദിയിൽ യാത്രയയപ്പ് ചടങ്ങിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നവീൻ ബാബുവിനെതിരെ ഉയർത്തി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അത് ആ ഒരു പരിപാടിയിൽ താൻ അപ്രതീക്ഷിതമായി എത്തിയതാണ്, കളക്ടർ വിളിച്ചത് പ്രകാരം എത്തിയതാണ്, എത്തിയ സമയത്ത് തനിക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ പറയേണ്ടി വന്നു എന്നുള്ളതായിരുന്നു പി ദിവ്യയുടെ വാദം. പക്ഷേ കളക്ടർ വിളിച്ചിട്ടില്ല, ദിവ്യയെ ഈ വേദിയിലേക്ക് വിളിച്ചിട്ടില്ല. താൻ വരുമെന്ന് ദിവ്യ വിളിച്ച് പറയുമ്പോഴും വരേണ്ടതില്ല, ഈ വേദിയല്ല അത്തരത്തിൽ അധിക്ഷേപങ്ങൾ ഉയർത്താനുള്ള ഒരു സ്ഥലം എന്ന് കളക്ടർ പറയുകയും ദിവ്യയെ വരുന്നതിലേക്ക് വിലക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പുറത്തു വന്ന മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് കേൾക്കാതെയും ദിവ്യ ഈ വേദിയിലേക്ക് കടന്നു ചെല്ലുകയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, ആ നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി സ്വകാര്യ ചാനലിലെ ആളുകളെ ഏർപ്പെടുത്തുകയും ആ വീഡിയോ തിരിച്ച് വാങ്ങുകയും അത് പ്രചരിപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്തു എന്നുള്ള കുറ്റങ്ങളാണ് ദിവ്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കൃത്യമായിട്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യണം, എന്ത് പറയണം, അതെങ്ങനെയൊക്കെ പ്രചരിപ്പിക്കണം എന്നത് ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് പി ദിവ്യ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പോയത് എന്നുള്ളതാണ് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അധിക്ഷേപങ്ങളിലും ഒരുവിധ വസ്തുതയും ഇല്ല എന്നുള്ളത് കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും നിസ്സഹായമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കുടുംബം കൂടുതൽ നിയമ നടപടികളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ്. പി ദിവ്യ നടത്തിയ പ്രവർത്തനങ്ങളിലും ഒരു വസ്തുതാപരമായിട്ടുള്ള ഒന്നും തന്നെ പി ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ കാര്യങ്ങൾ
രേഖകളിലൂടെ വ്യക്തമാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടത്തിയ നീക്കങ്ങൾ തന്നെയാണ് PP ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഈ സംഭവത്തിൽ ഉണ്ടായത് എന്നുള്ളതും ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.